ലക്ഷ്മീനാരായണൻ ഗ്രന്ഥശാല. ഓം നമോ ഭഗവതേ വാസുദേവായ. മലയാള ഗീത അധ്യായം 6. ആത്മസംയമയോഗം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, കർമ്മഫലത്തിനെ ആഗ്രഹിച്ചിടാതരിയതമാം കർമ്മങ്ങളാചരിച്ചിടുന്ന സന്യാസിയായിടും യോഗിയുപേക്ഷിക്കയില്ല അഗ്നിഹോത്രങ്ങളാദിയാം കർമ്മങ്ങൾ. പരമപുരുഷനെ പ്രാപിച്ചിടാനുള്ള മാർഗത്തിലൊന്നാണു യോഗമെന്നുള്ളതും ഇന്ദ്രിയ സൗഖ്യത്തിലുള്ളതാം തൃഷ്ണയെ കൈവെടിയാത്തവൻ യോഗിയാകില്ലടോ. യോഗത്തിന്റെ 1-ാം പടിയിലേറിയിടുന്ന യോഗിതൻ മാർഗമോ നിയതമാം കർമ്മവും യോഗാരൂഢമായിടുന്നൊരെട്ടിലങ്ങെത്തിടും യോഗിക്കുപായം നിരോധവും. ആയതാം യോഗി ത്യജിക്കുന്നു ഭൗതികമായുള്ളതാകയും ഇന്ദ്രിയ സൗഖ്യവും. ആയവനാചരിച്ചിടുന്നതില്ലെടോ കാമ്യമായിടുന്ന കർമ്മങ്ങളൊന്നുമേ. ബദ്ധനാമാത്മാവതപ്പതിച്ചിടുള്ളതുദ്ധരിച്ചിടേണ്ടതായുണ്ടതിനുടെ ബന്ധുവായിടുന്നതും മനസ്സായതിൻ ശത്രുവായിടുന്നതും മനസ്സാണെടോ. മനസ്സു ജീവാത്മാവിനെയടക്കിടുകിലായതാകുന്നുണ്ടു നിന്നുടെ ബന്ധുവും. മനോജയം നേടാത്ത മർത്യന്റെ ശത്രുവായിട്ടു വർത്തിക്കുന്നതും മനസ്സാണെടോ. മനോജയം നേടി പ്രശാന്തനാകുന്നവനില്ലൊരു ശീതോഷ്ണ സുഖദുഃഖ ഭേദവും. ഭേദമില്ലവനിന്നു മാനാപമാനങ്ങളെത്തിടുന്നു പരമാത്മാവു തന്നിലും. ആത്മസാക്ഷാത്കാര ജ്ഞാനിയാം യോഗി ആധ്യാത്മിക നിഷ്ഠനായി സംതൃപ്തിയോടിന്നു കാഞ്ചനം കേവലം കല്ലായി കണ്ടിട്ടതിന്ദ്രിയമഞ്ചും നിയന്ത്രിച്ചു തന്നെ ആത്മാവിനെ സ്വയം സംയമിപ്പിച്ചിന്ന ഭൗതികാവസ്ഥയിൽ വർത്തിച്ചിടുന്നെടോ. ആത്മാസുഹൃത്തുമിത്രങ്ങൾ ശത്രുക്കളുദാസീനർ പിന്നെ ഇടനിലക്കാരവർ. ഈർഷ്യാലു ബന്ധുക്കൾ സജ്ജനം പാപികളായവരെ സമഭാവനയോടിന്നു വീക്ഷിച്ചിടും സമബുദ്ധിയാം യോഗികളാകയും ശ്രേഷ്ഠരായിടുന്നറിയുക. വിജനത്തിലേകനായി സ്ഥിതനായി മനസ്സിനെ സംയമിപ്പിച്ചു മറ്റൊന്നിലും നോക്കാതെ നിസ്വാർത്ഥനായി മനോവാക്ശരീരങ്ങളെ ബ്രഹ്മത്തിലർപ്പിപ്പവൻ യോഗിയായിടും. വൃത്തിയായുള്ളൊരിടത്തിലധികമുയർന്നതല്ലൊട്ടൊട്ടു താഴ്ന്നതും ആയതല്ലായുള്ളിടത്തൊട്ടു ദർഭ വിരിച്ചതിൽ മാന്തോലു വച്ചിട്ടു ചേല വിരിച്ചതാമാസനത്തിന്മേലിരുന്നു മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ചിത്തേന്ദ്രിയങ്ങൾ തൻ കർമ്മമടക്കി നിൻ ഹൃദയശുദ്ധിക്കായി അനുഷ്ഠിച്ചിടേണ്ടതായുണ്ടു യോഗത്തിനെ. കായം കഴുത്തു ശിരസ്സിവ മൂന്നിനെ
നിശ്ചലമാക്കിയങ്ങൊന്നാക്കി നിർത്തിയ നാസികാഗ്രത്തിൽ നിൻ ദൃഷ്ടിയുറപ്പിച്ചു ദിക്കുകൾ നോക്കാതെ ശാന്തമനസ്കനായി നിശ്ചലനായി ബ്രഹ്മചര്യത്തോടിന്നീ മനസ്സിനെ സംയമിപ്പിച്ചു നിൻ ചിത്തത്തിലെന്നെയുറപ്പിച്ചിതെന്നിലേക്കെത്തുവാനായിട്ടു ധ്യാനിച്ചു യോഗി വർത്തിക്കണം. ഇപ്രകാരം തൻ മനസ്സു ദേഹത്തിനെ ആത്മാവതായതിൽ ചേർത്തിട്ടു നിർവാണ പ്രാപ്തനായിടുന്ന യോഗിയൻ സാമ്രാജ്യമായതിൽ എത്തിട്ടു ശാന്തനാകുന്നെടോ. കേൾക്കെന്റെ അർജുന, നിദ്രയാഹാര വിഹാരാദിയൊക്കെ നിയന്ത്രിച്ചിടാതെ നീ യുക്തിയോടല്ലാതെ കർമ്മങ്ങൾ ചെയ്യുകിൽ പ്രാപിക്കുകില്ല പരബ്രഹ്മമായതിൽ. ശുദ്ധമായുള്ളതാമാഹരിച്ചിട്ടിന്നു നിദ്രകൾ ആദിയാമൊക്കെ നിയന്ത്രിച്ചു യുക്തിയോടൊക്കെയും കർമ്മങ്ങളാചരിക്കുന്നൊരു യോഗിക്കതില്ലൊരു ദുഃഖവും. സർവകാമങ്ങൾ വെടിഞ്ഞിട്ടു നീ നിൻ മനസ്സു നിയന്ത്രിച്ചതിന്നെ നിന്നാത്മാവിനുള്ളിൽ പ്രതിഷ്ഠിച്ചു വർത്തിക്കുകെങ്കിൽ നീ യുക്തനാകുന്നൊരു യോഗിയാകുന്നെടോ. കാറ്റടിച്ചിടാത്തിടത്തുള്ളതായൊരു ദീപനാളം ചലിച്ചിടുകില്ലെന്നതുപോലെ ഇന്നാത്മ ജ്ഞാനത്തിലെത്തുന്ന യോഗിതൻ ചിത്തവും നിശ്ചലമാണെടോ. ഭൗതികമാം മനോവൃത്തിയിൽ വ്യാപരിക്കാത്തൊരു ചിത്തമിന്നാനന്ദം കൊള്ളുന്നു. ഏതൊരു ശുദ്ധ മനസ്സു സ്വാത്മാവിനെ ആത്മാവിലാക്കിട്ടിതാനന്ദം കൊള്ളുന്നു. ബുദ്ധിയാൽ നേടുന്ന ദിവ്യേന്ദ്രിയങ്ങളാൽ ലഭ്യമാകുന്നോരതീന്ദ്രിയ സൗഖ്യത്തിലെത്തിയിട്ടായതാം സത്യത്തിൽ നിന്നൊട്ടു മാറാതെ നിന്നിട്ടിതാനന്ദിച്ചിടുന്നു. യാതൊന്നിലെത്തിട്ടു സാർത്ഥലാഭങ്ങളെ കാണാതിളകാതുറച്ചിരുന്നിടുന്നു. യാതൊന്നിനെ കൊടും ദുഃഖഭാരത്തിനാൽ തെല്ലും വ്യതിചലിപ്പിക്കാതിരിക്കുന്നു. ആയതാം യോഗാനുഭൂതിയിലെത്തുന്ന യോഗിയായുള്ളവൻ മോചിതനിന്നെടോ. നിന്റെ ഈ ചിന്തകളാലുദിച്ചിടുന്ന ഭൗതികമായുള്ളൊരിച്ഛ വെടിഞ്ഞു നീ ചിത്തത്തെ നന്നായുറപ്പിച്ചിരുന്നിട്ടു സർവം തിളങ്ങുന്നൊരിന്ദ്രിയ സൗഖ്യമായിടും പ്രകാശത്തെ യൂതിക്കെടുത്തിട്ടു പ്രത്യാഹാരത്തിൽ എത്തേണ്ടതുണ്ടെടോ. ആയൊരവസ്ഥയെ കൈവരിച്ചിട്ടു നിൻ വിശ്വാസദാർഢ്യമാർജിച്ചിടും ബുദ്ധിയാൽ നിന്റെ മനസ്സിനെ ആത്മാവിലാക്കിട്ടു ധ്യാനിച്ചിടുമ്പോൾ സമാധിയാകുന്നെടോ. ചവലമാം ചിന്തയാലിളകും മനസ്സിന്റെ ദാസനാകാതെയും നദിനെ നിന്നാത്മാവിനുള്ളിൽ വച്ചിളകാതുറപ്പിച്ചു നിർത്തിനി ഗോസ്വാമിയായി വർത്തിക്കെന്റെ അർജുന. രജോ ഗുണങ്ങൾക്കിന്നതീതനായിട്ടു നിൻ പൂർവകർമ്മങ്ങൾ തൻ പാപവിമുക്ത
മുക്തനായി ശാന്തമായിടും മനസ്സിനെ ബ്രഹ്മത്തിലേകീകരിച്ചു നീ നിർവൃതനാവുക. ഇപ്രകാരം മനോമാലിന്യമുക്തനായ ആത്മനിയന്ത്രിതനായി സദാ യോഗിയായി വർത്തിച്ചിടുമ്പോഴേ ബ്രഹ്മസംസ്പർശമാത്യന്തികമാം അനുഭൂതി ലഭ്യമാം. ആത്മസാക്ഷാത്കാരമെത്തുന്ന യോഗിയോ ദർശിപ്പതെന്നെ ഈ സർവഭൂതത്തിലും ആയവൻ ദർശിപ്പതുണ്ടതും എന്നിലും ഉൾക്കൊണ്ടിരിക്കുന്ന സർവഭൂതങ്ങളെ എല്ലായിടത്തും ഇന്നെന്നെ ദർശിക്കുന്നതെന്നിലും നീ സർവ ജീവജാലത്തിനെയും ദർശിച്ചിടുന്നതാം യോഗിക്കു നാശമില്ലായവൻ എപ്പോഴും ദൃശ്യനാകുന്നു. ഞാനും പരമമാത്മാവുമൊന്നെന്നറിഞ്ഞെന്നെ സേവ ചെയ്യുന്നതാം യോഗികൾ സർവവിധേനയും വർത്തിക്കുമെങ്കിലും വർത്തിച്ചിടുന്നവർ എന്നുള്ളിലെപ്പോഴും. ഏതൊരു യോഗി തന്നാത്മാവിനെ പോലെ സർവത്ര കണ്ടിടും സുഖദുഃഖമൊക്കെയും ഏകമായിട്ടെന്നു വീക്ഷിക്കുകെങ്കിലും നായവൻ ശ്രേഷ്ഠനായിടുന്ന യോഗിയും. അർജുനൻ പറഞ്ഞു, അല്ലയോ ഗോവിന്ദയങ്ങിപ്പോൾ ചൊല്ലിയോരഷ്ടാംഗയോഗത്തിനായുള്ള മാർഗങ്ങളാകയും ചഞ്ചലചിത്തനായിടുന്നൊരെന്നാൽ അസാധ്യമാണെന്നറിഞ്ഞിടുക. പ്രക്ഷുബ്ധമായുള്ളൊരെൻ ചിത്തമൊട്ടും വഴങ്ങുന്നതില്ലങ്ങ് ചുറ്റിക്കറങ്ങുന്നതായതിൻ നിഗ്രഹം ദുഷ്കരമെത്രയും മാരുതന്നെ കെട്ടി നിർത്തുവാനാകുമോ? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, നീ ചൊല്ലുന്ന പോലിന്നു ദുർഘടം ഈ ചിത്ത നിഗ്രഹം എത്രയും ആയതിന്നെ ജയിച്ചിടുവാനാകുന്നതുണ്ടു നീ യുക്തമായ അഭ്യസിച്ചിടുകിൽ. ആത്മസാക്ഷാത്കാരലബ്ധിയുണ്ടാകയില്ലിന്നു നിൻ ചിത്തം നിയന്ത്രിച്ചിടായികയിൽ ആയതിന്നെ നിയന്ത്രിക്കുവാനുള്ളൊരുപായങ്ങൾ അഭ്യസിച്ചിടുകിൽ ലഭ്യമാം. അർജുനൻ പറഞ്ഞു, ആത്മസാക്ഷാത്കാരലബ്ധിക്കതായിട്ടു ഭക്തിയോടെ യോഗി ആകുവാനഗ്നിച്ച ശേഷമീ ചിത്തമൊട്ടിളകിയിട്ട് യോഗസിദ്ധിയെത്താത്തവൻ തൻഗതി ചൊല്ലുക. ആയവന്നി രണ്ടു മാർഗത്തിൽ നിന്നുമേ ഭ്രഷ്ടനായിട്ടു വിമൂഢനായിട്ടവൻ ചിഹ്നിച്ചിതറിയങ്ങില്ലാതെയാകുന്ന മേഘം കണക്കെ നശിച്ചിടുകില്ലയോ? ഹേ കൃഷ്ണ, നിൻ ഭക്തമിത്രമായിടുന്നൊരെന്റെ ഈ സന്ദേഹമാകയും നിഗ്രഹിച്ചിടുവാൻ കൽപ്പുള്ളതായിട്ടു നീയൊഴിഞ്ഞാരുണ്ടിതിങ്ങി ത്രിലോകത്തിലാകയും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ആധ്യാത്മിക ജ്ഞാനലബ്ധിക്കതായി ചരിച്ചിട്ടു പിന്നെ യോഗഭ്രഷ്ടനാകിലും നാശമുണ്ടാകയില്ലായവൻ നീ ഇഹലോകത്തിലും
പരലോകത്തിലൊന്നുമേ ആയതാം യോഗികൾ പ്രാപിച്ചിടുന്നുണ്ടു പുണ്യകൃത്തുക്കൾ തൻ ലോകത്തിലെന്നിട്ട സംഖ്യ സംവത്സരത്തിന്റെ ശേഷം ജനിക്കുന്നിതുത്കൃഷ്ടമായിടും ഗൃഹത്തിലും ആയതിലേറ്റവും ശ്രേഷ്ഠരാം യോഗി പുനർജനിച്ചിടുന്നതുണ്ട് നദീന്ദ്രിയജ്ഞാനിതൻ ഗേഹത്തിലായതാം ജന്മങ്ങളീഹ ലോകത്തിലെത്രയും ദുർലഭം ഇപ്രകാരം പിറക്കുന്നതാം യോഗിക്കു പൂർവജന്മത്തിലെ ദിവ്യാവബോധങ്ങൾ ലഭ്യമായിട്ടവനഗ്നിച്ചിടുന്നതുണ്ടിന്നീ പര ബ്രഹ്മപ്രാപ്തിക്കു വേണ്ടിയും മുജ്ജന്മസിദ്ധിയാം ദിവ്യബോധത്തിനാൽ യോഗസിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ടു ജിജ്ഞാസയോടെ മുന്നേറുന്ന യോഗി അതീതനായിടുന്നു ബ്രഹ്മശാസ്ത്രങ്ങളിൽ ധർമാനുഷ്ഠാനങ്ങളോടെ ആത്മാർത്ഥമായി യജ്ഞിച്ചിടുന്നതാം യോഗിക്കനേകമാം ജന്മത്തിലൂടെ കൈവല്യമായിടുന്നതുണ്ടതാത്യന്തിക ജ്ഞാനവും ശാന്തിയും തപസ്വിയെക്കാളിന്നു ശ്രേഷ്ഠനത്രേ യോഗിയായവൻ ജ്ഞാനിയെക്കാളിന്നു മുൻപനും കർമ്മിയെക്കാളവനെത്രയും ശ്രേഷ്ഠനാണായതു കൊണ്ടു യോഗത്തിലുറയ്ക്കുക ശ്രദ്ധയോടെന്നെ ഭജിച്ചിട്ടു തന്നന്തരാത്മാവിനുള്ളിലായി എന്നെ പ്രതിഷ്ഠിച്ചു ഭക്തിയോടെപ്പോഴും എന്നെ ഭജിക്കുകിൽ ഉത്തമനായിടും യോഗിയാകുന്നു നീ. ഇപ്രകാരം മലയാള ഗീതയിലെ ആത്മസംയമ യോഗം എന്ന 6-ാം അധ്യായം സമാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.